ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗാവസ്ഥയിലും ആരോഗ്യത്തിലുമെല്ലാം കൃത്യമായി പാലിച്ചു ശാന്തിയും സമാധാനവും നേടിയ ആത്മാക്കളായ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രമാണ് നമുക്കിവിടെ അവന്റെ കലാമിന്റെ പഠനവുമായി ബന്ധപ്പെട്ട പദ്ധതി നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കാനും അവന്റെ പരിശുദ്ധമായ കലാമിനെ കുറിച്ചും അതിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ചും അത് പഠിക്കുന്നതിന്റെ പവിത്രതയെക്കുറിച്ചുമെല്ലാം സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചത്. പറയുന്ന ഓരോ കാര്യവും ഹൃദയത്തിലേക്ക് എടുക്കുവാനും അത് ജീവിതത്തിൽ കൃത്യമായി പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. എന്റർടൈൻമെന്റുകളുടെ നേരം പോക്കുകളുടെ കുത്തൊഴുക്കുള്ള ഈ കാലഘട്ടത്തിലും അല്പസമയമെങ്കിലും എന്റെ റബ്ബ് എന്നോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാമെന്ന് ചിന്തിച്ചിവിടെ വന്നിരിക്കാൻ നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും അമൂല്യമാണ്. അത് ജീവിതത്തിന്റെ അവസാനം വരെ സംരക്ഷിച്ചു തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കാനുള്ള മനസ്സന്നദ്ധത റൂഹ് പിരിയുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകളെ കുറിച്ചാണ്. സൂറത്തുൽ ബഖറയിലെ 21, 22, 23, 24, 25 5 ആയത്തുകൾ. ഈ ആയത്തുകളുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയം അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ 3 വിഷയങ്ങളാണ് പ്രധാനമായി പ്രതിപാദിക്കുന്നത്. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് റിസാലത്താണ്, മൂന്നാമത്തേത് ആഖിറത്താണ്. ഈ 3 മെസ്സേജ് ഇല്ലാത്ത ഒരു ആയത്ത് പോലും പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല. ഞാൻ ഈ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ 21-ാമത്തെ ആയത്തും 22-ാമത്തെ ആയത്തും കരകളഞ്ഞ തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്ന ആയത്തുകളാണ്. പിന്നെ ബാക്കിയുള്ളത് 3 ആയത്തുകളാണ്. ആ 3 ആയത്തുകളിൽ 1.5 ആയത്ത് റിസാലത്തിനെ കുറിച്ചും 1.5 ആയത്ത് ആഖിറത്തിനെ കുറിച്ചുമാണ്, പരലോകത്തെ കുറിച്ചുമാണ്.
അള്ളാഹുവിന്റെ ഈ ഓർഡർ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ ഏറ്റവും ഗൗരവതരമായ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് തൗഹീദ് തന്നെയാണ്. അതുകൊണ്ടാണ് 21ഉം 22ഉം ആയത്തുകൾ മുഴുവൻ തൗഹീദിന് വേണ്ടി മാറ്റിവെച്ചത്. അതിനുശേഷമാണ് റിസാലത്ത് വരുന്നത്, ആഖിറത്ത് വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഒന്നര ആയത്ത് വീതം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇതാകുന്നു ഗ്രന്ഥം, ഒരു സംശയവുമില്ല, സച്ചരിതരായ ആളുകൾക്ക് നേർവഴി കാട്ടിയാകുന്നു ഈ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞ് ആരാണ് ഈ സച്ചരിതർ, സൂക്ഷ്മത പാലിക്കുന്നവർ എന്നൊക്കെ വിശദീകരിച്ച് അങ്ങനെ വന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നത്. ഒട്ടനവധി അഭിസംബോധനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് എത്രയോ തവണ അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന കഫറൂ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ ബനി ഇസ്രായീൽ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. എത്രയോ അഭിസംബോധനകളുണ്ട്. എന്നാൽ ഖുർആനിൽ നമ്മൾ ആദ്യമായി കാണുന്ന അഭിസംബോധന ഏതാണ്? അത്ഭുതപ്പെടുത്തും നമ്മളെ. സകല വർഗീയ ചിന്തകളുടെയും കടക്ക് കത്തിവെക്കുന്ന, സകല വർഗീയ ചീട്ടുകൊട്ടാരത്തെയും തകർത്ത് തച്ചു തരിപ്പണമാക്കുന്ന അഭിസംബോധനമാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി നടത്തുന്നത്. അത് സൂറത്തുൽ ബഖറയിലെ 21ാമത്തെ ആയത്തിലാണ്. അല്ലാഹു ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ മനുഷ്യകുലത്തെ അഭിസംബോധന ചെയ്യുന്നു. അവിടെ വിളിച്ച ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. മറിച്ച് എങ്ങനെയാണ് അല്ലാഹു അവരെ അഭിസംബോധന ചെയ്യുന്നത്? അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ആദമിന്റെയും ഹൗവയുടെയും മക്കളായി ജനിച്ചു വീണ, ആദമിന്റെയും ഹൗവയുടെയും സന്താന പരമ്പരകളായി ഭൂമിയിൽ വിവിധങ്ങളായ വർണ്ണങ്ങളായി, വിവിധങ്ങളായ ജാതികളായി, മതങ്ങളായി, ഭാഷകളായി ജനിച്ച് ജീവിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ മുഴുവനും വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. എന്നിട്ട് പറയാൻ പോകുന്ന ആദർശം എന്താണ്? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തുംഗമായ വചനം ഏതാണെന്നറിയുമോ? അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്, വഹ്ദാനിയത്തിന്റെ കലിമത്താണ്. ഈ തൗഹീദിനെ കുറിച്ചാണ് ആദ്യമായി പടച്ചറബ് സംസാരിക്കാൻ പോകുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അവിടെ അല്ലാഹു വിശേഷിപ്പിച്ചത് അല്ലാഹ് എന്നല്ല, മറിച്ച് റബ്ബ് എന്നാണ്, രക്ഷിതാവ് എന്നാണ്. ഈ അണ്ടകടാത്ത മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യകുലത്തിനെന്നല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും, ഭൂമിയിലുള്ളതും ഇല്ലാത്തതുമായ സകല ജീവജാലങ്ങൾക്കും അന്നമൂട്ടുന്ന, അവർക്ക് മുഴുവൻ അവരുടെ പ്രകൃതം നൽകിയ, അവർക്ക് മുഴുവൻ അവരുടെ സഞ്ചാരപഥം നൽകിയ, അവർക്ക് മുഴുവൻ അവർക്ക് അവരുടെ ജീവിതം നൽകിയ ലോകത്തിന്റെ രക്ഷിതാവിനെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. എങ്ങനെയുള്ള രക്ഷിതാവാണ് അവൻ? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു പറയുന്നതായി കാണാം, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ. ഇതുപോലെയുള്ള മറ്റൊരു അഭിസംബോധനയാണ്, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബികൽ കരീം, നിന്റെ മാന്യനായ രക്ഷിതാവിനെ തൊട്ട് എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ, എങ്ങനെയുള്ള രക്ഷിതാവാണ് അവൻ? ഖലഖക, അവനാണ് നിന്നെ പടച്ചത്, ഫസവ്വാക ഫഅദലക, എന്നിട്ട് നിന്നെ ശരിപ്പെടുത്തിയതും ഇന്നുള്ള ഈ രൂപത്തിലേക്ക് നിന്നെ മാറ്റിയതും അവൻ തന്നെയാണ്. അല്ലാഹു പറയുന്ന, അല്ലദീ ഖലഖക്കും, ആരാണ് നിങ്ങളെ പടച്ചത്, അവനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളെ മാത്രമല്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവഗാമികളായ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെയും ആരാണോ പടച്ചത്, അവനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിൽ വിശുദ്ധി നേടിയെടുക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്നിട്ട് അല്ലാഹു, എന്തിനെന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കണം, എന്തിനെന്റെ രക്ഷിതാവിനെ മാത്രം ഞാൻ ആരാധിക്കണമെന്ന അതിന്റെ ആവശ്യകതയെക്കുറിച്ചും യുക്തിയെക്കുറിച്ചും സംസാരിക്കുകയാണ്. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ? ജഅല ലക്കുമുൽ അർദ ഫിറാശാ, അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധാനിച്ചു തന്നത്, അവനാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവയോഗ്യമാക്കി തന്നത്. ഈ ഭൂമിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ, ഈ ഭൂമിയിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, ആ സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നവൻ ആ രക്ഷിതാവാണ്, അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഈ വാക്ക് പറയുമ്പോ അതിന്റെ അപ്പുറത്ത് വേറൊരു ധ്വനി കൂടിയുണ്ട്. ആ ധ്വനി എന്താണെന്നറിയുമോ? ഈ ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ജീവയോഗ്യമായി വിനിയോഗിച്ചു തന്നു, ജീവയോഗ്യമായി സംവിധാനിച്ചു തന്നു എന്ന് പറയുമ്പോ ജീവയോഗ്യമല്ലാത്ത പലതും ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാം. സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം. അതിൽ ചിലതാ തിളച്ചു മറിയുന്ന ഗ്രഹങ്ങളാണ്. മനുഷ്യനവിടെ ജീവിക്കാൻ കഴിയില്ല. അവന്റെ എല്ലുകൾ പോലും നിമിഷങ്ങൾ കൊണ്ട് ഉരുകിപ്പോകുന്ന തരത്തിലുള്ള ഭീകരമായ ചൂടാണ് ആ ഗ്രഹങ്ങളിലുള്ളത്. അതുപോലെ തന്നെ ചില ഗ്രഹങ്ങൾ അവയിലതാ അതികഠിനമായ ശൈത്യമാണ്. നിമിഷങ്ങൾ കൊണ്ട് അവന്റെ രക്തം പോലും തണുത്തുറച്ചു പോകുന്ന കാലാവസ്ഥയാണ് ആ ഗ്രഹങ്ങളിലുള്ളത്. ചില ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്ന് മാരകമായ കിരണങ്ങൾ വന്ന് വധിക്കുകയാണ്. ചില ഗ്രഹങ്ങളിലേക്ക് സദാസമയവും ആകാശപ്പാറകൾ സദാസമയവും ഒഴുക്ക വീണുകൊണ്ടിരിക്കുകയാണ്. ചില ഗ്രഹങ്ങളിൽ ഒരു നിമിഷം
നിമിഷം കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന മാരകമായ വിഷവാതകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പല ഗ്രഹങ്ങളും. ഇങ്ങനെ ചില ഗ്രഹങ്ങളിലാണെങ്കിൽ ആ ഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ ആ ബലത്താൽ അവന്റെ ശരീരം മുഴുവൻ ഛിന്ന ഭിന്നമായി പോകുന്ന തരത്തിലുള്ള ഗ്രഹങ്ങളാണുള്ളത്. ഇത്തരത്തിൽ സൗരയൂഥത്തിന്റെ ചുറ്റിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ തന്നെ ഒരിക്കലും മനുഷ്യയോഗ്യമല്ലാത്ത മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് വിധാനിച്ചു തന്നു. ഏത് തരത്തിൽ വിധാനിച്ചു തന്നു? നിങ്ങൾക്ക് വേണ്ടി അവൻ ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി, വെള്ളത്തെ ദ്രാവകാവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ ഊഷ്മാവി അന്തരീക്ഷത്തിൽ അവൻ നിലനിർത്തി, ആകാശത്ത് നിന്ന് പാഞ്ഞു വരുന്ന മാരകമായ ഉൽക്കകളെ തടയാനുള്ള അന്തരീക്ഷത്തെ പടച്ചിറപ്പി ഈ ഭൂമിക്ക് സംവിധാനിച്ചു. കൃത്യമായ മഴ ലഭിക്കാനുള്ള കൃത്യമായ സംവിധാനത്തെ അല്ലാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചു. കൃത്യമായ ഭക്ഷണത്തിന്റെ ഉൽപാദനങ്ങൾ നടക്കുന്നതിന് വേണ്ടി പ്രകാശ സംശ്ലേഷണം എന്ന സംവിധാനം ഈ ലോകത്തെ രക്ഷിതാവ് ഉണ്ടാക്കി. സുരക്ഷിതമായ ഒരു മെത്തയായി ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടോ ആകാശത്തെ നിങ്ങൾക്ക് വേണ്ടി മേൽക്കൂരയാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആകാശത്തെ കണ്ടെത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. മനുഷ്യന്റെ ടെലിസ്കോപ്പിന്റെ കണ്ണുകളോ അവന്റെ ഗവേഷണത്തിന്റെ കൈകളോ ആകാശത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഭൂമിയെ പറഞ്ഞു കഴിഞ്ഞിട്ട് പടച്ചിറപ്പ് തൊട്ടടുത്ത ആകാശം പറയുന്നത് എന്തിനാണെന്നറിയുമോ? എത്ര തന്നെ നിങ്ങൾ ഗവേഷണം നടത്തിയാലും എത്ര തന്നെ നിങ്ങൾ പഠിച്ചാലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അള്ളാഹുവിന്റെ വിവരത്തിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ടെലിസ്കോപ്പുകൾക്ക് ആകാശത്ത് മറികടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ടെലിസ്കോപ്പുകൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ മറികടക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ഗവേഷണ ഭൂമികൾക്കപ്പുറത്ത് ആകാശം എന്ന വലിയ ലോകമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഉപരിലോകത്ത് നിന്ന് പടച്ചറപ്പ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ആ മഴയിലൂടെ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൗമോപരിതലത്തെ അവനതാ പച്ചപ്പുള്ളതാക്കി മാറ്റുകയാണ്. മനുഷ്യനവന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത്? എന്നിട്ട് അവന്റെ ഭൂതക്കണ്ണാടിക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഭൂമിയിൽ എപ്രകാരമാണ് നാം സസൂക്ഷ്മമായ വിള്ളലുകൾ ഉണ്ടാക്കിയത്? വ്യത്യസ്തങ്ങളായ പച്ചക്കറികളായി, വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളായി, വ്യത്യസ്തങ്ങളായ ധാന്യമണികളായി മനുഷ്യനും അവന്റെ കന്നുകാലികൾക്കും ഭക്ഷിക്കാൻ ആവശ്യമായ സകലതരത്തിലുള്ള ഭക്ഷ്യോൽപാദനങ്ങളും ഈ ഭൗമോപരിതലത്തിൽ ആ പറയുന്ന മഴയിലൂടെ നാം ഉണ്ടാക്കുകയും ചെയ്തു. കൃത്യമായ തൗഹീദിന്റെ വിവരണം അല്ലാഹു നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താ പറയുന്നത്? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. അതുകൊണ്ട് മനുഷ്യരെ വിളിച്ചിട്ട് പറയുന്നതാണിത്. അതുകൊണ്ട് മനുഷ്യരെ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിനെ നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ പരിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങളുടെ മഹത്വം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ആ വചനങ്ങൾ എത്രമാത്രം പടച്ചറപ്പിന്റെ വഹ്ദാനിയത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ അല്ലാഹുവിനെ പകരക്കാരെ ഉണ്ടാക്കരുതെന്നാണ് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ തൗഹീദ് വിവിധ രൂപത്തിൽ അല്ലാഹു പറയുന്നതായി കാണാൻ കഴിയും. ഇതൊരു രീതിയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയുക, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് സംസാരിക്കുക, പടച്ചറപ്പ് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കുക. മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹു തൗഹീദിനെ കുറിച്ച് സംസാരിച്ചത് അള്ളാഹുവിന് മനുഷ്യരോടുള്ള സ്നേഹപ്രകടനം നടത്തിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് യാ ഇബാദി എന്ന് അള്ളാഹു വിളിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ എന്റെ അടിമകൾ അങ്ങയോട് വന്നിട്ട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടുത്തു തന്നെ ഉള്ളവനാണ്. വലഖദ് ഖലഖനൽ ഇൻസാന, നാമാണ് മനുഷ്യനെ പഠിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രങ്ങൾ അറിയുന്നവൻ ഞാനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാടിയേക്കാൾ അടുത്തവൻ ഞാൻ തന്നെയാണ്. എന്റെ ഭാര്യയ്ക്ക് എന്റെ പ്രയാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഞാൻ അതിന്റെ വാക്കിലൂടെ പ്രകടിപ്പിക്കണം, അതല്ലെങ്കിൽ എന്റെ മുഖഭാവത്തിലൂടെ പ്രകടിപ്പിക്കണം, അതല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ ആ നീരസം കാണിക്കണം. എങ്കിൽ മാത്രമേ എന്റെ ഭാര്യക്ക് എന്റെ മനസ്സിലുള്ള മനോവ്യവഹാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ,
എന്റെ രക്ഷിതാവിന് എന്റെ വേദന അറിയണമെങ്കിൽ എന്റെ വാക്കുകളുടെ ആവശ്യമില്ല, എന്റെ മുഖഭാവത്തിന്റെ ആവശ്യമില്ല, എന്റെ ശരീരഭാഷയുടെ ആവശ്യമില്ല. ഞാനിതെന്റെ റബ്ബിനോട് പറയേണ്ടതില്ല. എന്റെ ഹൃദയാന്തരങ്ങളിൽ എന്റെ വേദനകൾ എന്നെ അലട്ടുമ്പോ, എന്റെ മനോവ്യവഹാരങ്ങൾ എന്നെ വല്ലാതെ വൃഥാവിലാക്കുമ്പോ, അതാ റബ്ബ് അറിയുകയാണ് എന്റെ മനസ്സിന്റെ തേട്ടം, എന്റെ ഹൃദയത്തിന്റെ തേട്ടം കൃത്യമായി രക്ഷിതാവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ അടിമകളോട് റബ്ബിനുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. വീണ്ടും നമുക്ക് കാണാം നബിയെ പറയുക, എന്താണ് പറയുന്നത്? യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് പടച്ചറബ് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ് പറയാൻ പറയുന്നത്? ഏത് തരത്തിലുള്ള അടിമകളെയാണ് വിളിക്കുന്നത്? സച്ചരിതരായ അടിമകളെ എന്നല്ല, നിസ്കരിക്കുന്നവരായ, നോമ്പെടുക്കുന്നവരായ, വിവാഹങ്ങൾ എത്ര തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു പാപങ്ങളെല്ലാം നിരുപാധികം പൊറുക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. അവിടെയും അവസാനിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ നിസായിൽ പടച്ചറബ് പറയുന്നു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അദീമാ. നിങ്ങൾക്ക് പുറത്തു തരാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് തൗബ തരാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. എന്നാൽ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് താന്തോന്നികളായി ജീവിക്കുന്ന മനുഷ്യരത അല്ലാഹുവിന്റെ തൗബയിൽ നിന്ന് വിദൂരം അകന്നു പോകാൻ അവർ ആഗ്രഹിക്കുകയാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. എന്തേ കാരണം? വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യനെ അവൻ പടച്ചത് അശക്തനായിട്ടാണ്, ദുർബലനായിട്ടാണ്. സിംഹത്തിന്റെ ശൗര്യ മനുഷ്യനില്ല, പരുന്തിന്റെ കാഴ്ച മനുഷ്യനില്ല, സീബ്രയുടെ കേൾവി മനുഷ്യനില്ല, ആനയുടെ ശരീരശക്തി മനുഷ്യനില്ല, കുതിരയുടെ വേഗത മനുഷ്യനില്ല. മനുഷ്യനെ പടച്ചത് ദുർബലനായിക്കൊണ്ടാണ്. അതുകൊണ്ട് അവനെ പടച്ചറപ്പ് അവനെ എളുപ്പമാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ആയത്തുകളാണ്. അവിടെ തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ? അവന്റെ വേദനകൾ പറയാൻ, അവന്റെ സങ്കടങ്ങൾ പറയാൻ, അവന്റെ ആവശ്യങ്ങൾ പറയാൻ, അവന്റെ ദാരിദ്ര്യം നീക്കി കൊടുക്കാൻ, അവന്റെ രോഗം മാറ്റി കൊടുക്കാൻ, അവന്റെ കടങ്ങൾ തീർത്തു കൊടുക്കാൻ, സന്താന ഭാഗ്യമില്ലാത്തവന് സന്താനങ്ങൾ നൽകാൻ അവന്റെ രക്ഷിതാവ് അവന് മതിയായവനല്ലേ എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. തൗഹീദിന്റെ വചനങ്ങളാണിത്. എന്തിനാണ് നാം റബ്ബിലേക്ക് മാത്രം തിരിയേണ്ടത്? അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ യുക്തി എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന വചനങ്ങളാണിത്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെയും 22-ാമത്തെയും ആയത്തുകളിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളത് കറകളഞ്ഞ തൗഹീദാണ്. ഇനി അടുത്ത വചനത്തിലൂടെ അല്ലാഹു പറയാൻ പോകുന്നത് റിസാലത്താണ്. അല്ലാഹു റിസാലത്ത് പറയുന്നത് ഏത് രീതിയിലാണ്? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു അഅലമു ഹൈതു യജഅലു റിസാലത, അല്ലാഹുവിന്റെ സന്ദേശം, അല്ലാഹുവിന്റെ റിസാലത്ത് അത് പ്രകാരമാണ് മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പടച്ചറപ്പിനറിയാം. ആരും പടച്ചവനത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയുടെ 24-ാമത്തെ ആയത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് ഈ ഖുർആനിനെ കുറിച്ച് തന്നെയാണ്. ഖുർആനാണ് ഏറ്റവും വലിയ റിസാലത്ത്, ഖുർആനാണ് ഏറ്റവും വലിയ സന്ദേശം. ആ ഖുർആനിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയം അല്ലാഹു ആദം നബിക്ക് ഒരു വഅദ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വഅദ? ഞാൻ കാലാകാലങ്ങളിൽ എന്റെ ഹൃദയമായി പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നതാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണോ എന്റെ ഹൃദയം പിൻവച്ചുന്നത്, ആരാണോ എന്റെ ദർശനത്തെ പിൻവച്ചുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. ലോകത്തെല്ലായിടത്തും പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു സമുദായവും കടന്നുപോയിട്ടില്ല കൃത്യമായ പ്രവാചകന്മാർ വന്നിട്ടില്ലാതെ, മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലാതെ. ഇന്ത്യയിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ചൈനയിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ജപ്പാനിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിലുള്ള സകല സമൂഹത്തിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, പല ആദിവാസി സമൂഹങ്ങളിലും ആഴത്തിലുള്ള പഠനങ്ങൾ നരവംശാസ്ത്രജ്ഞർ നടത്തിയപ്പോ അവരിലെല്ലാം പല ആദിവാസി ഗോത്രങ്ങളിലും ഏകദൈവാരാധന നിലനിന്നതായി അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ദൈവങ്ങളെ അവർ വിളിക്കുന്ന പേരുകൾ പലതാണ്, അവരവരെ അഭിസംബോധന ചെയ്യുന്ന പേരുകൾ പലതാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പല ആദിവാസി ഗോത്രങ്ങളും കൃത്യമായി പഠിച്ചു വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികൾ കാണാത്ത, ഗവേഷണ കേന്ദ്രങ്ങൾ കാണാത്ത, വലിയ വലിയ പ്രബന്ധ
പ്രബന്ധങ്ങൾ വായിക്കാത്ത ഈ ആദിവാസി ഗോത്രങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഏകദൈവ ആരാധനയെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്? അവരിലേക്ക് പ്രവാചകന്മാർ കൃത്യമായി കടന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖുർആനല്ലാത്ത മറ്റു ഇതര മതങ്ങളിലുള്ള വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഏകനായ ഒരു ദൈവത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത് കാണാം. ആ ദൈവത്തിന്റെ പേരുകൾ പലതാണ്, ആ മഹാശക്തിയുടെ പേരുകൾ പലതാണ്. ഹിരണ്യഗർഭനെന്നും വിരാട് പുരുഷനെന്നും പരബ്രഹ്മമെന്നും യഹോവയെന്നുമെല്ലാമുള്ള പേരുകളിൽ ആ മഹാദൈവത്തെക്കുറിച്ച്, ആ മഹേശ്വരനെ കുറിച്ച്, ആ ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ രക്ഷിതാവ് നമ്മുടെ പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വരുമ്പോ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, എന്റെ മാർഗദർശനങ്ങൾ കാലാകാലങ്ങളിൽ വന്നെത്തുന്നതാണ്. ആ വാഴ്ചയുടെ പൂർത്തീകരണമാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വരുമ്പോ അവർ വെറുതെ അങ്ങ് പറഞ്ഞു വിടുകയില്ല ചെയ്തത്. ആ പ്രബോധിത സമുദായത്തിന്, ഏത് സമുദായത്തിലേക്കാണോ ആ പ്രവാചകന്മാർ വരുന്നത്, ആ പ്രബോധിത സമുദായത്തിന് കൃത്യമായി മനസ്സിലാകുന്ന ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകന്മാരുടെ കയ്യിൽ പടച്ചുറപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കടന്നു വരുന്നത് ഫറോവ രാജാക്കന്മാർ അടക്കി ഭരിക്കുന്ന ഈജിപ്തിലേക്കാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഈ പറയുന്ന ഫറോവ രാജാക്കന്മാർ, ഫറോവ ചക്രവർത്തിമാർ, റാംസസ് രണ്ടാമനെന്ന് സാധ്യതയുള്ള തരത്തിൽ ഫിറഔൻ അടക്കമുള്ള ഫറോവ രാജാക്കന്മാർ അവരവരെ കുറിച്ച് സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്, രാജ്യത്തെ പ്രജകൾക്ക് പരിചയപ്പെടുത്തിയത് അവർ സൂര്യപുത്രന്മാരാണ് എന്നാണ്. സൂര്യദേവന്റെ പുത്രന്മാരാണ് ഈ പറയുന്ന ഫറോവ ചക്രവർത്തിമാർ. അതുകൊണ്ട് അവർക്ക് പല ദിവ്യമായ കഴിവുകളുമുണ്ട്, അമാനുഷികമായ പല കഴിവുകളുമുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ചാണ് അവരവരുടെ അധികാരങ്ങൾ നിലനിർത്തുന്നത് എന്ന മിഥ്യാധാരണ സമൂഹത്തിന്റെ പൊതു മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഫറോവ ചക്രവർത്തിമാർക്ക് കഴിഞ്ഞിരുന്നു. ഈ ഒരു ധാരണയെ അവർ നിലനിർത്തിയിരുന്നത് മാരണക്കാരായ, മാജിക്കുകാരായ, കൺകെട്ട് വിദ്യക്കാരായ ആളുകളെ നാടിന്റെ പല ഭാഗങ്ങളിലും വിന്യസിച്ചുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫ് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫിറഔൻ അവന്റെ അധികാരം നിലനിർത്തിയത് കൺകെട്ട് വിദ്യയിലൂടെയാണ്, മാജിക്കിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് എന്തായിരുന്നു? തന്റെ കയ്യിലുള്ള വടി താഴേക്കിട്ടാൽ അതതാ പാമ്പായി മാറുകയാണ്. തന്റെ കയ്യതാ പക്ഷത്തിലേക്ക് വെച്ചുകൊണ്ട് പുറത്തേക്ക് എടുത്താൽ അതതാ പ്രകാശിക്കാൻ തുടങ്ങുകയാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഫറോവ ചക്രവർത്തിമാരുടെ കിങ്കരന്മാരായ മാരണക്കാർ ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളോട് സാമ്യത തോന്നിക്കുന്ന, അതാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള രണ്ട് അത്ഭുതങ്ങളാണ്, രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയത്. ഈ ഒരു മുഅ്ജിസത്തിലൂടെ ആദ്യമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് മൂസാ നബിയുടെ ആ വഴിയിലേക്ക് കടന്നു വരുന്നവരാരാണ്? ഫിറഔനിന് വേണ്ടി ഈ പറയുന്ന ചെപ്പടി വിദ്യകൾ എടുത്ത, ഫിറഔനിന് വേണ്ടി ഈ പറയുന്ന പറ്റിക്കൽ പരിപാടികൾ നടത്തിയ മനുഷ്യർ തന്നെയാണ്. قالوا آمنا برب العالمين رب موسى وهارون. എന്താണ് മാരണവിദ്യ എന്ന്, എന്താണ് കൺകെട്ട് വിദ്യ എന്ന് കൃത്യമായി അറിയുന്ന സാഹിനികളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്ന് വെളിവായ ദൃഷ്ടാന്തത്തെ കണ്ടപ്പോൾ സുജൂദിലേക്ക് വീഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ പ്രബോധിത സമുദായത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതേ കാര്യം തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ദൃഷ്ടാന്തമായി നൽകിയത്. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വരാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് റോമാ സാമ്രാജ്യത്തിലേക്കാണ്. ആ ലോകക്രമത്തിൽ അന്നുണ്ടായിരുന്ന ലോകത്ത് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന, വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന, ഗവേഷണങ്ങൾ നടത്തിയിരുന്ന വൈദ്യന്മാർ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത മുഅ്ജിസത്ത് എന്താണ്? അല്ലയോ വൈദ്യ സമൂഹമേ, നിങ്ങൾക്ക് കുഷ്ഠരോഗത്തെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാനത് സുഖപ്പെടുത്തി കാണിച്ചു തരാം അള്ളാഹുവിന്റെ അനുമതിയോടെ. അല്ലയോ വൈദ്യ സമൂഹമേ, വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനത് സുഖപ്പെടുത്തി കാണിച്ചു തരാം അള്ളാഹുവിന്റെ അനുമതിയോടെ. അല്ലയോ വൈദ്യ സമൂഹമേ, അന്ധന് കാഴ്ച തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ ആ കാഴ്ച തിരിച്ചു നൽകി കാണിച്ചു തരാം അള്ളാഹുവിന്റെ അനുമതിയോടെ. അല്ലയോ വൈദ്യ സമൂഹമേ, മരിച്ചവർക്ക് ജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, ഞാനത് ചെയ്ത് കാണിച്ചു തരാം അള്ളാഹുവിന്റെ അനുമതിയോടെ. ആ കാലഘട്ടത്തിൽ മനുഷ്യരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, ആ പ്രബോധിത സമുദായത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഗവേഷണങ്ങൾ എന്താണോ, അവരുടെ കഴിവുകൾ എന്താണോ, ആ കഴിവുകളെ മറച്ചു വെച്ച്, കഴിവുകളെ കവച്ചു വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു മുഅ്ജിസത്ത് നൽകിയത്. പ്രിയപ്പെട്ടവർ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നബുവത്തുമായി ഉത്തരവാദിത്തവുമായി മക്കയിലേക്ക് ഇറങ്ങുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ, റാദുയിലെ കൂരിരുട്ടിന്റെ ആ കൂരിരുട്ടിനെ ഭേദിച്ചുകൊണ്ട് സഹസ്രാബ്ദങ്ങൾ കടന്ന് സഹസ്രാബ്ദങ്ങൾ സഞ്ചരിക്കാനുള്ള ആ മഹാവെളിച്ചത്തിന്റെ ആദ്യത്തെ പ്രയാണം ഉണ്ടാകുന്നത് നീ വായിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ അടയാളമായി, വിജ്ഞാന
വിജ്ഞാന വിസ്ഫോടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളായി കൃത്യമായി ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് വാനലോകത്ത് നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓരോന്നായി ഇറങ്ങി വരുമ്പോ ആ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ മക്കയിലെ കൊടും ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മക്കക്കാരെന്ന് പറയുമ്പോ ജഹാലത്തിന്റെ കാലഘട്ടം എന്നാണ് നമ്മൾ പറയാറുള്ളത് സാധാരണഗതിയിൽ, ഇരുണ്ട കാലഘട്ടം എന്നാണ് നമ്മൾ പറയാറുള്ളത് യഥാർത്ഥത്തിൽ. എന്നാൽ ഇന്നും അറബി കോളേജുകളിൽ അഫ്ളൽ ഇൽമ പഠിക്കുന്നവർ, ആ കുട്ടികൾ പോലും, വിദ്യാർത്ഥികൾ പോലും, അത്യാധുനികരായ ആളുകൾ അറബി ഭാഷയിൽ ഗവേഷണം നടത്തുമ്പോ ഇന്നും അവലംബിക്കുന്നത് ആ അറബി ഭാഷയുടെ യഥാർത്ഥത്തിലെ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ആ അറബി ഭാഷയുടെ യഥാർത്ഥത്തിലുള്ള ഘടനയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നും അവലംബിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള കവികളുടെ കവിതാരചനകളാണ്. അത്രയും വലിയ കവി കുതികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അതിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. തന്റെ സ്വന്തം പേരെഴുതിയാൽ നീം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, അറബി എഴുതാനും വായിക്കാനും അറിയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. ആ ഖുർആൻ അവതരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുമ്പോ ഈ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്തുണ്ടല്ലോ, ആ 23-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളുടെ പരിസമാപ്തിയാണ്. സൂറത്തുൽ ഇസ്രാ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അല്ലാഹു പറയുകയാണ്, على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. നബിയെ പറയുക, ധൈര്യത്തോടെ പറയുക, ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കുക. എന്താണ് പറയേണ്ടത്? ജിന്നുകളും മനുഷ്യരും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും എന്തിനു വേണ്ടി? ഈ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്തുള്ള ജിന്നുകളും മനുഷ്യരും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക നബിയെ. എന്തൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു ചങ്കൂറ്റമാണ്, എന്തൊരു തന്റെ ഇടമാണ്. ഇതാരുടെ ധൈര്യമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ധൈര്യമല്ല. എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ ഒരു മനുഷ്യന്റെ ധൈര്യമല്ല. മറിച്ച് ആകാശങ്ങളെ പഠിച്ച സകല കവികളുടെയും തലച്ചോറ് നിയന്ത്രിക്കുന്ന, സകല കവികളുടെയും ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ ധൈര്യമാണ്, പടച്ചറപ്പ് നൽകുന്ന തന്റെ ഇടമാണ്. അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ഇത്രയും കഴിവുറ്റ കവികളുടെ മുന്നിൽ ഉറക്കെ പിടിച്ചു പറയാൻ സാധിച്ചത്. പോലെയൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല കേട്ടോ. അവിടെ അവസാനിച്ചോ? ഖുർആൻ പോലെയൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന വെല്ലുവിളിക്ക് മുന്നിൽ അവരതാ പരുമുകയാണ്, തകരുകയാണ്, പരാജയപ്പെടുകയാണ്. ഖുർആനിന്റെ അടുത്ത വെല്ലുവിളി വരുന്നു, അല്ലയോ ശത്രുക്കളെ, ഖുർആൻ വിരോധികളെ, നിങ്ങൾ ഈ പറയുന്നത് ഈ ഖുർആൻ കെട്ടിച്ചമച്ചത് എന്നാണോ? ഈ ഖുർആൻ കളവാണ് എന്നതാണോ നിങ്ങൾ പറയുന്നത്? പറയുക നബിയെ, ഫഅ്തു ബിഅശ്രി സുവരിൻ മിത്ലിഹി മുഫ്തറയാത്ത്. ഒരു 10 അധ്യായമെങ്കിലും, ഈ ഖുർആനിന് സമാനമായ ഒരു 10 അധ്യായമെങ്കിലും കെട്ടിച്ചമക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലാഹുവിന് പുറമെയുള്ള സകല സഹായികളെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യവും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കാണിക്കുക. എന്താണ് ഫലമുണ്ടായത്? വലീദ് ഇബ്നു മുഗീറ തോറ്റു തുന്നപ്പാടുകയാണ്, അബൂജഹൽ പരാജയപ്പെടുകയാണ്, ഉത്ബ പരാജയപ്പെടുകയാണ്, ശൈബ പരാജയപ്പെടുകയാണ്. മക്കയിലെ എണ്ണം പറഞ്ഞ കവികൾ മുഴുവൻ പരിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളിക്ക് മുന്നിൽ പരാജയപ്പെടുകയാണ്. അവസാനമായി റബ്ബ് അവരോട് അവസാനമായി നടത്തിയ വെല്ലുവിളിയാണ് സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയുന്നു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ ഇപ്പോഴും നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, ഇത്രയൊക്കെ വെല്ലുവിളിക്ക് മുന്നിൽ പരാജയപ്പെട്ടിട്ടും, ഇത്രയൊക്കെ ഇകഴ്ത്തപ്പെട്ടിട്ടും, ഇത്രയൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ അജയ്യമായ സഞ്ചാരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടും ആ സംശയത്തിന്റെ നീളിപ്പ് ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഖുർആൻ പോലൊന്നും കൊണ്ടുവരണ്ട, 10 അധ്യായവും കൊണ്ടുവരണ്ട, അതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലാഹുവിന് പുറമെയുള്ള സകല സാക്ഷികളെയും കുറിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണ്. ഒരായത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കറകളഞ്ഞ റിസാലത്താണ്. എത്ര കൃത്യമായിട്ടാണ് പറയപ്പെട്ടത്, എത്ര ധൈര്യത്തോടെയാണ്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് അറിയോ? ഇതിനുശേഷം വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഈ വെല്ലുവിളി അല്ലാഹു അവിടെ സീലോക്കാണ്. എന്താണ് പഠിച്ചു പറയുന്നത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമുള്ളതല്ലോ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന. ഇന്ന് നോക്കുകയാണെങ്കിൽ 2 ബില്യണിനെ നിങ്ങൾ പരാജയപ്പെട്ടു. 2ാമത്തെ വെല്ലുവിളിയിലും നിങ്ങൾ പരാജയപ്പെട്ടു. 3ാമത്തെ വെല്ലുവിളിയിലും നിങ്ങൾ ഇതാ പരാജയപ്പെടുകയാണ്. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യുകയുമില്ല. ലൻ എന്ന അറബി പദം എന്താണ് എന്ന് എന്റെ സംസാരം കേൾക്കുന്ന അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഒരിക്കലും
ഒരിക്കലും ചെയ്യുകയില്ല, നിങ്ങൾക്ക് അത് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. പ്രവചനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. സ്വാഭാവികമായും അഹ്ലെ കിതാബിന്റെ ആളുകളായ റോമിന്റെ പക്ഷത്ത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ അഗ്നി ആരാധകരായ പേർഷ്യയുടെ പക്ഷത്ത് മക്കാ മുശ്രിക്കുകളും നിലകൊണ്ടു. യുദ്ധത്തിന്റെ അവസാനത്തിലൂടെ അവർ കാത്തിരുന്നു. അവസാനം റോം പരാജയപ്പെട്ടു. തിരിച്ചുവരവിൽ ഒരു പഴുതുമില്ലാത്ത വിധം റോം പരാജയപ്പെട്ടു. മുസ്ലിങ്ങളാകെ നിരാശരായി. അള്ളാഹുവിന്റെ ആയത്തുകൾ അവതരിച്ചു. എന്ന് പറയുമ്പോൾ ബിദ്അ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ 3 മുതൽ 7 വരെയുള്ള എണ്ണത്തിനാണ് പറയുക. 3 മുതൽ 7 വരെയുള്ള വർഷത്തിനുള്ളിൽ റോം ശക്തമായ തിരിച്ചുവരവ് നടത്തും. മുസ്ലിങ്ങൾക്ക് അത് വല്ലാത്ത ഒരു ആശ്വാസമായി മാറി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫും തമ്മിൽ ഒരു പന്തയം നടന്നു. ആ പന്തയം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു 7 വർഷത്തിനുള്ളിൽ റോം തിരിച്ചു വരും. ഉമയ്യത്ത് പറഞ്ഞു ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം റോമാ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വർഷം തീരുന്നതിന് മുന്നേ, 7 വർഷം അവസാനിക്കുന്നതിന് മുന്നേ ശക്തമായ റോമാ സാമ്രാജ്യം തിരിച്ചു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ഖുർആനിന്റെ ഒരു പ്രവചനമാണ്. ഖുർആനിന്റെ മറ്റൊരു അത്ഭുതം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വലിയ ധനാഢ്യനായ, വലിയ പ്രമാണിയായ, വലിയ ആഢ്യത്വമുള്ള ഒരു മനുഷ്യൻ മക്കയിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ കൊടിയ ശത്രു ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന മഹാനായ സ്വഹാബി വര്യന്റെ പിതാവ്. ആ മനുഷ്യൻ ഇസ്ലാമിനെതിരെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങുന്നത്. ഈ വലീദ് ഇബ്നു മുഗീറയെ മക്കക്കാർ മുഴുവൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വലിയ പ്രമാണിയായ ഒരു വാതിലും അയാളുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെടുകയില്ല. അയാൾ ശുപാർശ നടത്തിയാൽ ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല. അത്രത്തോളം വിലയും നിലയുമുള്ള വലീദ് ഇബ്നു മുഗീറയെ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ് ജാരസന്തതി. അവൻ വ്യഭിചാരത്തിലുണ്ടായ പുത്രനാണ്, അവൻ ജാരസന്തതിയാണെന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. അതാ പ്രിയപ്പെട്ടവരെ, വലീദ് ഇബ്നു മുഗീറ തന്റെ ഉമ്മയെ തേടി പോകുന്നു. ഉമ്മയോട് വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, മുഹമ്മദിന്റെ നാവിൽ നിന്ന് വീഴുന്ന ഖുർആനിക വചനം അത് സത്യമാകാതിരിക്കുകയില്ല, അത് കളവാകുകയില്ല ഒരിക്കലും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്ക് പോലും ഖുർആനിന്റെ സത്യതയെ കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ട് വലീദ് ഇബ്നു മുഗീറ തന്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ, ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ വല്ല സത്യവുമുണ്ടോ, വല്ല യാഥാർത്ഥ്യവുമുണ്ടോ, വല്ല വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആവർത്തിച്ചുള്ള ചോദ്യത്തിന്റെ മുന്നിൽ വലീദിന്റെ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിന്റെ പിതാവ് ഒരു ഷണ്ഠനായിരുന്നു. നിന്റെ പിതാവിന് ലൈംഗിക ശേഷി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ, അദ്ദേഹത്തിന്റെ പ്രേരണയോടെ മറ്റൊരാളുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഗർഭം ധരിച്ചത് എന്ന് സത്യം വലീദിന് അയാളുടെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എവിടെയാണ് ഇത് അറിയാൻ സാധിച്ചത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന് മുന്നേയും നടന്ന, അതീവ രഹസ്യമായി നടന്ന ഒരു സംഗതി പരിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്? അവിടെയും അവസാനിച്ചില്ല. ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കാൻ, ഇസ്ലാമിനെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി തന്നാലാവുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്തൊരു മനുഷ്യനായിരുന്നു അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തബ്ബത് യദാ അബീ ലഹബ് വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂ ലഹബ് നശിച്ചു പോയിരിക്കുന്നു, അവന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു, അവൻ കത്തിയാടുന്ന നരകത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബുദ്ധികൂർമ്മതയുള്ള, തന്ത്രമുള്ള, നല്ല വ്യക്തിത്വമുള്ള അബൂ ലഹബ് എന്ന് പറയുന്ന എല്ലാവരാലും സ്വീകാര്യനായ മനുഷ്യൻ, ഇസ്ലാമിനെ ഏത് തരത്തിലും ഇകഴ്ത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഖുർആനിനെ ഒന്ന് വില കുറച്ച് കാണിക്കാൻ, ഈ ഖുർആനിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ, ഈ പറയുന്ന ഇസ്ലാം ഒന്ന് സ്വീകരിച്ച് കാണിക്കാൻ അയാൾക്ക് തോന്നിയിട്ടില്ല. ആലോചിച്ചോക്ക്, അബൂ ലഹബ് പറയാണ്, ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ആയത്തുകൾ എന്ത് ചെയ്യും? ഈ ഒരു അധ്യായം എന്ത് ചെയ്യും? മക്കാ മുശ്രിക്കുകൾക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കാനും പരിഹസിക്കാനുമുള്ള ഒരു വകയായി മാറുമായിരുന്നു അത്. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിൽ അത്രയും തോന്നിയിട്ടില്ല. മാത്രമല്ല, അയാൾ പുറത്തിട്ടാണ് മരിച്ചത്. അയാളുടെ മരണം കണ്ടു കഴിഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ വിറക് ചുമട്ടുകാരിയായ, ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന അബൂ ലഹബിന്റെ ഭാര്യ, അവളും നരകത്തിൽ കടന്നെരിയും. അബൂ ലഹബിന്റെ മരണം കണ്ടു. ആര്? അബൂ ലഹബിന്റെ ഭാര്യ. ഭീകരമായ മരണം, 2 കൈയും പുഴുത്തരിച്ച് ഭീകരമായ മരണം അബൂ ലഹബ് നേരിടുന്നത് കണ്ടിട്ടും പിന്നീടും അബൂ ലഹബിന്റെ ഭാര്യ മദീനയിലേക്ക് പോകുന്നത് പ്രവാചകനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയത്തിൽ സീൽ വെച്ച് കഴിഞ്ഞാൽ ആ സീൽ മാറ്റാൻ പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനിനെ തിരുത്താനോ തകർക്കാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സംരക്ഷിക്കപ്പെടുന്നത് ഏത് രീതിയിലാണ് ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത്? ഞാനിപ്പോ ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി മനസ്സിലോട്ട് വരും. അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ. അത് എവിടുന്നാണ് വരുന്നത്? തലച്ചോറിനാണ് വരുന്നത്. ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പ് മനുഷ്യന്റെ തലച്ചോറാണ്. ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകട്ടെ, ക്വാണ്ടം മെക്കാനിസം ആകട്ടെ, ശാസ്ത്രത്തിന്റെ എത്ര സങ്കീർണമായ ശാഖകളാകട്ടെ, ആ ശാഖകൾക്കെല്ലാം രൂപകൽപ്പന നൽകുന്ന സങ്കീർണമായ ശാസ്ത്രത്തിന്റെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മനുഷ്യന്റെ തലച്ചോറ് പകരം വെക്കാനില്ലാത്ത പടപ്പ്. ആ പടപ്പിനെയാണ്, ആ സൃഷ്ടിപ്പിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സംരക്ഷണോപാധിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിനെ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളിൽ ഒരാളുള്ള സ്ഥലത്തേക്ക് പോയതാണ്. അപ്പൊ അവിടെ ആരുമില്ല, കള്ളു കുടിക്കുന്ന കമ്പനികളൊന്നുമില്ല. എന്നാൽ ഇന്നത് വേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ ആ കഅബാലയത്തിന്റെ പരിസരത്ത് ആരുമില്ല. സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ തെറി വിളിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന ആരും തന്നെ ആ കഅബാലയത്തിന്റെ പരിസരത്തില്ല. ഒരു നിഴൽ രൂപമത ആ കഅബാലയത്തെ ചുറ്റിക്ക് വലഞ്ഞുകൊണ്ടിരിക്കുക, ആ കഅബാലയത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോ ആ കാലഘട്ടത്തിൽ ഉമറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, തക്കം കിട്ടിയാൽ കൊല്ലണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമാണ് കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഒരു നിമിഷം ഉമർ ആലോചിച്ചിട്ടുണ്ടാകാം, പകൽ സമയങ്ങളിൽ മുഹമ്മദ് നടത്തുന്ന ആരാധനകൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയാം. എന്നാൽ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഈ കഅബാലയത്തെ വലയം വെച്ചുകൊണ്ട് മുഹമ്മദ് നടത്തുന്ന ആരാധനകൾ ആളെ കാണിക്കാൻ വേണ്ടിയല്ല, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. അതുകൊണ്ട് മുഹമ്മദ് എന്താണ് പറയുന്നത് എന്ന് അടുത്തുപോയി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേക്കാം, ഒന്ന് മനസ്സിലാക്കിയേക്കാം. അങ്ങനെ ഉമറദാ പ്രവാചകന്റെ പിന്നിലൂടെ പോവുകയാണ്. വരമറിയാതെ, തന്റെ സാന്നിധ്യം അറിയിക്കാതെ ഉമർ പ്രവാചകന്റെ അടുത്ത് പറ്റിക്കൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യുന്നു. അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. ലോകത്തെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ സിംഫണികളും തോറ്റുപോകുന്ന തരത്തിലുള്ള ഭാസങ്ങളാണ് ഈ പരിശുദ്ധ ഖുർആന്റെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്ത് ഉമറദാദിൽ മുഴുങ്ങി പോകുകയാണ്. അതിന്റെ വശ്യതയിൽ, അതിന്റെ സൗന്ദര്യത്തിൽ, അതിന്റെ അത്ഭുതത്തിൽ, അതിന്റെ സാഹിത്യത്തിൽ, അതിന്റെ സന്ദേശത്തിൽ ഉമറദാ മയങ്ങി പോകുകയാണ്. ഉമറിന്റെ മനസ്സിങ്ങനെ പറയുന്നു, എന്തൊരു കവിതയാണിത്, ഞാൻ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കവിത കേട്ടിട്ടില്ല. ഇത്ര സുന്ദരമായ കവിതകൾക്കല്ലേ ശബ്ദേന്ദ്രിയങ്ങൾ ഇതിന്റെ മുന്നേ സാക്ഷ്യം വഹിച്ചിട്ടില്ല. എത്ര സുന്ദരമായ കവിതകളാണ് പ്രിയപ്പെട്ടവരെ. ആ വാക്കുകൾ അങ്ങനെ, ആ ഒരു ചിന്ത ഉമറിന്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ അടുത്തായത്ത് വരികയാണ്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു കവിയുടെ വാക്കല്ല കേട്ടോ, ഒരു കവി പറയുന്നതല്ല. ഈ ഖുർആൻ ഒരു കവിതയല്ല എന്ന് അടുത്ത ആയത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ പ്രവാചകൻ ഓതുകയാണ്. ഉമർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ഹൃദയത്തിന്റെ മനോവ്യവഹാരങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് അറിയുന്നത്? ഇനി ഇദ്ദേഹം ഒരു ജ്യോത്സ്യനാണോ? ഇദ്ദേഹം ഒരു കൈനോട്ടക്കാരനാണോ? ഭാവി കബടികൾ നിരത്തി ഭാവി പ്രവചിക്കുന്ന ആളാണോ? അടുത്തതായി വരുന്നു വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല, ഇതൊരു ഭാവി പ്രവാചകന്റെ വാക്കുകളല്ല. പിന്നെ എന്താണ്? ഉമർ അത്ഭുതപ്പെടുന്നു. പിന്നെ ഇതെന്താണ്? ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല, ഇതൊരു കവിയുടെ വാക്കല്ല, പിന്നെ ഇതെന്താണെന്ന് അത്ഭുതത്തോടെ ഉമർ ഇങ്ങനെ ഓർക്കുമ്പോ അടുത്ത ആയത്ത് വരികയാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ വചനം. ഈ പരിശുദ്ധ വചനങ്ങൾ, ഈ വചനം കൂടി കേട്ടപ്പോ ഏകദേശം ഉമറിന്റെ ഹൃദയമതാ ഖുർആനിന് കീഴ്പ്പെടാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ ശൈത്താൻ വന്നിട്ട് ഉമറിന്റെ മനസ്സിലോതി കൊടുക്കുകയാണ്. ഉമറേ, ഖുറൈശികൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഖുറൈശികളിലെ പ്രമാണിമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? നീ ഈ ഖുർആനിനെ നിങ്ങൾ കേൾക്കരുത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ഖുർആനിനെ നിങ്ങൾ കേട്ടുപോകരുത്. കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വടികേടിലായി പോകുമെന്ന് ഖുറൈശികളിലെ പ്രമാണിമാര് പറയുന്നത് നീ കേട്ടതല്ലേ? അതുകൊണ്ട് ഇത് കേൾക്കരുത്, നീ ദൂരെ പോകുക, ഓടിപ്പോകുക. പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനം കണക്കിലെടുക്കാതെ ഉമറദാ തിരിച്ചു പോകുകയാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ ഉമറിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. വർഷങ്ങളോളം അടിഞ്ഞു കിടക്കുന്ന ശിർക്കിന്റെ ബഹുദൈവാരാധനയുടെ ഇരുട്ടും ഇന്നലകളിൽ കേട്ടുപോയ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവും തമ്മിലുള്ള സംഘട്ടനമാണ് ഉമറിന്റെ മനസ്സ് നിറയെ, ഉമറിന്റെ ഹൃദയം നിറയെ. ആ സമയത്താണ് തന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് അവിചാരിതമായി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ത്വാഹായുടെ പാരായണം കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ത്വാഹായുടെ വചനങ്ങൾ, ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അങ്ങ് വേദനിക്കാൻ വേണ്ടിയല്ല ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഉണ്ടായത് കേട്ടോ. ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى.
തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതി ഉലാ. ആരാണോ ഭയപ്പെടുന്നത്, ആരാണോ ലോകത്തിന്റെ രക്ഷിതാവിനെ ഭയപ്പെടുന്നത്, അവർക്ക് വേണ്ടി അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ. ആകാശങ്ങളുടെ അധിപനായ, ഭൂമിയുടെ അധിപനായ, ഈ പ്രപഞ്ചങ്ങളുടെ അധിപനായ ലോകത്തിന്റെ രക്ഷിതാവിന്റെ അവതീർണമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഈ വചനങ്ങൾ കൂടി കേട്ടപ്പോ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ മനസ്സിലുണ്ടായിരുന്ന അന്ധകാരത്തിന്റെ അധ്യായങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഉമർ അതാ എഴുന്നേൽക്കുകയാണ്. അർക്കമിന്റെ വീട്ടിലേക്ക് രഹസ്യമായി ഇസ്ലാമിന്റെ പ്രഭ പരന്നിരുന്ന അർക്കമിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. ഉമറിന്റെ ഹൃദയത്തോട് പരിശുദ്ധ ഖുർആൻ സംവദിച്ച രീതി ഒന്ന് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കാണാൻ ഗ്ലാമറില്ലാത്ത, കാണാൻ സൗന്ദര്യമില്ലാത്ത, പറയാൻ തറവാടിത്തമില്ലാത്ത, എടുക്കാൻ പണമില്ലാത്തൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സദസ്സിൽ ഒരു ചർച്ച നടക്കുകയാണ്. പരസ്യ പ്രബോധനത്തിലുള്ള കൽപ്പന വന്നിട്ടുണ്ട്. ആരാണ് ആദ്യമായി ഖുർആനിന്റെ വചനങ്ങളെ പരസ്യപ്പെടുത്തുക? പ്രിയപ്പെട്ടവർ, ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. മെലിഞ്ഞ മനുഷ്യനാണ്, സൗന്ദര്യമില്ലാത്ത മനുഷ്യനാണ്. ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, ആ കർത്തവ്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ബാക്കിയുള്ള സഹാബികൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ്, അങ്ങ് തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ല. കാരണം അങ്ങയെ കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ഗോത്രങ്ങളില്ല, കുടുംബക്കാരില്ല. ഇവിടെ ഒരുപാട് ഖുറൈശി ഗോത്രങ്ങളിൽ പ്രബലരായ ആളുകളുണ്ട്. അവരത് പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന അടിക്കും പിടിക്കും, അവർക്ക് കിട്ടുന്ന മർദ്ദനത്തിന് ഒരു പരിധി ഉണ്ടാകുമെന്നാൽ അങ്ങ് ഈ കർത്തവ്യം ഏറ്റെടുത്താൽ അങ്ങേക്ക് കിട്ടുന്ന ഈ ക്രൂരമായ മർദ്ദനത്തിന് യാതൊരു അതിരും ഉണ്ടാവുകയില്ല. ഇബ്നു മസ്ഊദ് പറയുകയാണ്, യാ റസൂൽ, എനിക്കൊരു പ്രശ്നമല്ല, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതി വാങ്ങിക്കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകുകയാണ്. എന്നിട്ട് കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിന്റെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടായിരുന്ന അറബിയുടെ സാഹിത്യം കൃത്യമായി ആസ്വദിച്ച് പരിചയമുള്ള ആ ഖുറൈശികളതാ ആ ഖുർആനിന്റെ വചനത്തിന് മുന്നിൽ നിശബ്ദരാവുകയാണ്. അവരതാ ഖുർആനിന്റെ വചനങ്ങൾ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, ഇത് മുഹമ്മദിന്റെ വചനമാണ്, ഇത് മുഹമ്മദിന്റെ വചനമാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോ അവർക്കതാ സ്വബോധം തിരിച്ചു വരികയാണ്. അവരതാ മനസ്സിലാക്കുകയാണ് ഇത് ഖുർആനാണെന്ന്. അവരുടെ ധിക്കാരമതാ വീണ്ടും അവിടെ പ്രവർത്തനം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. സുന്ദരമായ സിംഫണികളിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. ഈ വചനങ്ങൾ അങ്ങനെ പാരായണം ചെയ്തപ്പോ കഅബാലയം നിശബ്ദമാവുകയാണ്. എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും മുഴുവൻ നിർത്തിവെക്കുന്നു. എന്നിട്ട് അവർ പ്രവാചകന്റെ വചനത്തിലൂടെ, ആ പ്രവാചകന്റെ ആ വശ്യസുന്ദരമായ പാരായണത്തിലൂടെ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പോകുകയാണ്. അതല്ലാന്റെ റസൂലാണെന്ന് പോലും അവർ മറന്നുപോയി, അവരുടെ കൊടിയ ശത്രുവാണെന്ന് പോലും അവരെ മറന്നുപോയി. അവസാനം അതാ ആ അധ്യായം അവസാനിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക എന്ന വചനത്തിലൂടെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ആ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ മുഴുവൻ, ആ കഅബാലയത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന ഖുർആനിന്റെ കൊടിയ ശത്രുക്കൾ മുഴുവൻ അതാ പ്രവാചകന്റെ കൂടെ സുജൂദിലേക്ക് പോകുകയാണ്. എന്നിട്ട് അവരതാ ആ രംഗം മുഴുവൻ, ആ പരിസരം മുഴുവൻ അവർ മറന്നു പോകുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അബിസീനയിലേക്ക് ഹിജ്റ പോയ പല മുസ്ലിങ്ങളും തിരിച്ചു വന്ന് തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലോകം മുഴുവൻ വരുന്നു, ഖുറൈശികൾ മുഴുവൻ കഅബാലയത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ മുഹമ്മദ് സുജൂദ് ചെയ്യുന്നതുപോലെ സുജൂദ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിന്റെ കലാം കീഴ്പ്പെടുത്തിയതായിരുന്നു, അല്ലാഹുവിന്റെ കലാം പരാജയപ്പെടുത്തിയതായിരുന്നു. ഒരു നിമിഷം എത്രയോ സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ നിത്യമോചനം നേടിയ, നിത്യസമാധാനം നേടിയ എത്രയോ സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ വാട്സപ്പിലേക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു. അവള് പറയാണ്, ഞാൻ എന്റെ ഡിപ്രഷൻ കൊണ്ട്, എന്റെ വിഷാദ രോഗം കൊണ്ട് എത്രയോ കാലം ഞാൻ പ്രയാസപ്പെട്ടു, എത്രയോ കാലം ഞാൻ വേദനിച്ചു. ഒരുപാട് കൗൺസിലിങ്ങുകൾ, ഒരുപാട് ടാബ്ലറ്റുകൾ എല്ലാം ഞാൻ മാറി മാറി ഉപയോഗിച്ചു. പക്ഷെ ഉറക്കിലും മൂന്നിലും എന്റെ ഹൃദയത്തെ ഈ വിഷാദ രോഗം, അതിന് കിടന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏതോ ഒരാൾ എന്നോട് പറഞ്ഞു, ഒന്ന് ഖുർആൻ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഒന്ന് ഖുർആൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എത്രയോ ആളുകൾക്ക് ഖുർആനിലൂടെ മോചനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങി, ഖുർആനിന്റെ അർത്ഥം വായിക്കാൻ തുടങ്ങി. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞു, ബഖറ കഴിഞ്ഞു, എനിക്കൊരു മാറ്റവും ഇല്ല. ആല ഇമ്രാൻ കഴിഞ്ഞു, എനിക്കൊരു മാറ്റവും ഇല്ല.
നിസാ, മാഇദ, അൻഅം, അഅറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, അങ്ങനെ ഞാൻ അങ്ങനെ കടന്നുപോയി. എന്റെ മനസ്സിനൊരു മാറ്റമില്ല. അവസാനം ഞാൻ അവസാനത്തെ ജുസുവിലെത്തി. സൂറത്ത് നബയിൽ തുടങ്ങുന്ന അവസാനത്തെ 30ാമത്തെ ജുസ്, നബയിൽ നിന്നും നാസിഹാത്തിൽ നിന്നും അബസയിൽ നിന്നും മാറി മാറി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്റെ മനസ്സ് കൂടുതൽ നിരാശയിലേക്ക് കൂടിയിട്ടുകൊണ്ടിരുന്നു. ഇനി ഏതിലാണ് എനിക്ക് മോചനം? ഇതുകൂടി എന്നെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിൽ ഞാൻ എത്തി. പക്ഷേ 30ാമത്തെ ജുസ് അവസാനിക്കുന്നതിന്റെ തൊട്ടു മുന്നേ സൂറത്തു തകാസുർ എന്റെ ഹൃദയത്തോട് സംവദിച്ചു. ഒന്നുകൂടെ മറിച്ചു നോക്കി പഠിച്ചു, നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത വല്ല അർത്ഥവും വ്യാഖ്യാനം അതിനുണ്ടോ എന്ന് ഇല്ല. നാളിതുവരെ വായിച്ച അർത്ഥം മാത്രമേ അതിനുള്ളൂ, നാളിതുവരെ പഠിച്ച വ്യാഖ്യാനങ്ങൾ മാത്രമേ അതിനുള്ളൂ. പക്ഷെ ആ പെൺകുട്ടിയുടെ തുടർന്നുള്ള വിശദീകരണം അവൾ പറഞ്ഞു. ആ അധ്യായങ്ങളിലെ വചനങ്ങൾ എന്നോട് പറഞ്ഞു, നിന്റെ ഈ ദുനിയാവിലെ എത്ര വലിയ ദുഃഖങ്ങളും ഖബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിന്റെ ഈ ദുഃഖങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല എന്ന് ഖുർആൻ എന്നോട് പറഞ്ഞപ്പോ ഇതിനേക്കാൾ വലിയ പോയിന്റുകളൊക്കെ പല സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും സൈക്കോ തെറാപ്പിസ്റ്റുകളും എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനിന്റെ ഈ വചനങ്ങൾ ഒരു വലിയ അത്ഭുതം പോലെ, ഒരു വലിയ ദൃഷ്ടാന്തം പോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചു 1-2 ദിവസം കൊണ്ട് ഡിപ്രഷൻ തിരിച്ചു വരും. ഇല്ല, പിന്നീട് ഒരിക്കലും എന്റെ മനസ്സിലേക്ക് ആ ഡിപ്രഷൻ തിരിച്ചു വന്നിട്ടില്ല, ആ വിഷാദ രോഗം തിരിച്ചു വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ ലിന്നാസ് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നബി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് മുഅ്മിനീങ്ങൾക്ക് ശിഫയായിക്കൊണ്ടാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തായിക്കൊണ്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്, ഖുർആൻ ഹൃദയങ്ങളോട് സംവദിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരു അനുഭവം കൂടി, ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത് ശരിയല്ല എന്നറിയാം. ഒരു അനുഭവം കൂടി, നിങ്ങളുടെ ഈ നാടുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചുങ്കിത്തറ നജാത്തുൽ അനാമിൽ പഠിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 3 കുട്ടികൾ, 3 ആളുകൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചുങ്കത്തറ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്ന് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളിലും അതുപോലെ ക്രിസ്ത്യൻ വീടുകളിലും മുസ്ലിങ്ങളായ ആളുകളുടെ വീടുകളിലൊക്കെ കയറിയിട്ട് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ പറയും. നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ, നമ്മൾ മനസ്സിലാക്കിയ സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ വിളിച്ച് കസരക്കിട്ട് ഇരുത്തി ചായയൊക്കെ തന്നിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്, സഹിഷ്ണുത എന്ന് പറയുന്നത്. അതാണ് ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് പോയപ്പോ ഞങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ അയാളെ കേട്ടു നിന്നു. പിന്നീട് ആ മനുഷ്യൻ വളരെ മോശമായ ഭാഷയിൽ, നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചോദ്യപേപ്പർ വിവാദം ഉണ്ടായല്ലോ, അതിനേക്കാളൊക്കെ മോശമായ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് വെച്ച് സംസാരിച്ചു. വല്ലാതെ അങ്ങോട്ട് തെറി വിളിച്ചു, വല്ലാതെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി സംസാരിച്ചു. തിരിച്ചു വരുമ്പോൾ എന്റെ ഓർമ്മയിൽ പള്ളിയിലെത്തുന്നത് വരെ, മഗ്‌രിബ് കുറച്ച് സമയം മുമ്പ് നമ്മളെല്ലാം പള്ളിയിൽ കയറും. പള്ളിയിലെത്തുന്നവരൊന്നും പരസ്പരം സംസാരിച്ചിട്ടൊന്നുമില്ല. പള്ളിയിലെത്തി വുദൂ ചെയ്തു. ആ സമയത്താണ് അത്യാവശ്യം ഖുർആൻ ഓതാനുള്ളത്. ഖുർആൻ ഇങ്ങനെ തുറന്നപ്പോ എന്റെ മുന്നിലേക്ക്, ഞാൻ ഒരുപാട് തവണ അനുഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കേട്ടവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഖുർആൻ ഇങ്ങനെ തുറന്നപ്പോ എന്റെ മുന്നിലേക്ക് വന്ന ആ ആയത്ത്, വലാ തഹനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വേദനിക്കരുത്, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. വഅൻതുമുൽ അഅലൗന, നിങ്ങൾ തന്നെയാണ് സുപ്പീരിയർ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ മനസ്സിലുണ്ടാക്കിയ സമാധാനം, അത്രയും നേരം മനസ്സിനെ മതിച്ചിരുന്ന ആ മനുഷ്യന്റെ തീവ്രമായ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ മുഴുവൻ സെക്കൻഡുകൾ കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ സാധിച്ചു എന്നതാണ് സത്യം. സത്യമാണ്, ഖുർആൻ സംവദിക്കും മനുഷ്യ ഹൃദയങ്ങളോട്. പക്ഷെ അതിന് ക്ഷമ വേണം. ആ ഖുർആനെ ക്ഷമയോടെ പഠിക്കാൻ സാധിക്കണം. നിങ്ങൾ ഈ പറയുന്ന വെളിച്ചം പദ്ധതിയിൽ ഭാഗവാക്കാകുക. എന്നിട്ട് ക്ഷമയോടെ അതിന്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. സമ്മാനം കിട്ടാനല്ല, സമ്മാനമൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ആത്മാർത്ഥമായി ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തോട് സംവദിക്കുന്നത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. ഒരു പക്ഷെ മാസങ്ങൾ വേണ്ടി വരും, വർഷങ്ങൾ വേണ്ടി വരും. വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ കാത്തിരുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് സംവദിക്കുക തന്നെ ചെയ്യും. ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ കണ്ണ് നിറയും, നിങ്ങളുടെ ചുണ്ടുകൾ വിറക്കും, നിങ്ങളുടെ മനസ്സിന്റെ മുടിപ്പ് കൂടും. എന്തെന്നില്ലാത്ത ആനന്ദത്തിന്റെ അനുഭൂതിയുടെ പാരമ്യത്തിലേക്ക് നിങ്ങൾ എത്തും. യഥാർത്ഥത്തിലുള്ള ഹൃദയ സുഖം എന്നൊക്കെ പറയുന്നത് അതാണ്. അള്ളാഹുവിന്റെ സംസാരം നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുമ്പോഴുള്ള, ആ ഹൃദയം അത് സ്വീകരിക്കുമ്പോഴുള്ള അതിന്റെ പ്രതിഫലനങ്ങളായി കണ്ണുകൾ നിറയുമ്പോഴുള്ള ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അവതരിക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനം അവർ കേട്ടുകഴിഞ്ഞാൽ
തഫീദു മിനൽ ജംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. അവരുടെ കണ്ണുകളെയും അവരുടെ കവിളുകളെയും അങ്ങേക്ക് കാണാം. സത്യം മനസ്സിലാക്കിയത് കാരണം അവയിൽ നിന്ന് കണ്ണുനീരതാ ധാരധാരയായി ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലെ അപ്രകാരമുള്ളത് അങ്ങേക്ക് കാണാൻ സാധിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വചനങ്ങൾ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്നിട്ട് അല്ലാഹുവിൽ അവരുടെ റബ്ബിൽ രക്ഷിതാവിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആന്റെ ഒരു കഴിവെന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ഈ 1.5 ആയത്തുകളിൽ 23, 24 തുടക്കം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ പരിശുദ്ധ ഖുർആൻ എന്ന ഏറ്റവും വലിയ റിസാലത്തിനെ കുറിച്ചാണ്. അതിന്റെ അവസാനത്തെ 1.5 ആയത്തുകളുണ്ടല്ലോ, 24ാമത്തെ ആയത്തിന്റെ അരഭാഗവും 25ാമത്തെ ആയത്തും മുഴുവനും പറയുന്നത് ആഖിറത്തിനെ കുറിച്ചാണ്, പരലോകത്തെ കുറിച്ചാണ്. അല്ലാഹു ഇവിടെ പറയുന്നത് എന്താണ്? ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുകൊണ്ട് മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കപ്പെടുന്ന ആ ഭീകരമായ നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ഭീകരമായ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ നരകം. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. നാം ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. എല്ലാം ഈ ദുനിയാവിന് വേണ്ടിയാണ്. ദുനിയാവിന് നല്ലൊരു വീടുണ്ടാക്കണം, നല്ലൊരു കാർ വാങ്ങണം, നല്ലൊരു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, അവർക്ക് നല്ല ജോലി ഉണ്ടാകണം. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദുനിയാവ് മാത്രമാണുള്ളത്. ഒരു വീടെടുക്കുമ്പോ എന്തൊക്കെ ചർച്ചകളാണ് നമ്മുടെ ഇടയിൽ നടക്കാറുള്ളത്. ആ വീട്ടിൽ എങ്ങനെയുള്ള ടൈലാണ് വേണ്ടത്, എങ്ങനെയുള്ള പെയിന്റ് ആണ് വേണ്ടത്, എങ്ങനെയുള്ള മുറികളാണ് വേണ്ടത്, എങ്ങനെയാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫർണിച്ചറുകൾ വേണ്ടത്, ഇങ്ങനെയുള്ള ചർച്ചകൾ മുഴുവൻ നമ്മൾ നടത്താറുണ്ടെന്നാൽ ആ വീടുണ്ടാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ നിർമ്മാതാവ്, ആ വീടിന്റെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ആൾ എത്ര കൊല്ലമാണ് ആ വീട്ടിൽ താമസിക്കുക? എത്ര കാലമാണ് അയാൾക്ക് ആ വീട്ടിൽ ജീവിക്കാൻ കഴിയുക? 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം കിടക്കാൻ ഒരു വീട് വരാനുണ്ട്. ഭാര്യ കൂടെ ഇല്ലാത്ത, മക്കൾ കൂടെ ഇല്ലാത്ത, സംഘടനക്കാർ കൂടെ ഇല്ലാത്ത, ആത്മമിത്രങ്ങൾ കൂടെ ഇല്ലാത്ത ഒരു ഏകാന്തതയുടെ വീട് വരാനുണ്ട്. ആ വീടിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അവരെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഇടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. എത്ര നാളാണ് ഖബറിൽ കിടക്കേണ്ടി വരിക? രണ്ടാമത്തെ ഊത്തിനായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീലിനോട് അല്ലാഹു കൽപ്പിക്കുന്ന കാലദൈർഘ്യം എത്രയാണോ ആ കാലം എത്രയും ഖബറിൽ നമ്മൾ കിടക്കേണ്ടതുണ്ട്. ഖബറിൽ നാം കടിച്ചു കൂട്ടേണ്ടതുണ്ട്. ആ ഖബറിലെ ജീവിതത്തിന് വേണ്ടി നാം ഉണ്ടാക്കിയെടുത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ഖബറിലെ ജീവിതത്തിന് വേണ്ടി, ആ ഖബറിലെ വെളിച്ചത്തിന് വേണ്ടി, ആ ഖബറിലെ സുഗന്ധത്തിന് വേണ്ടി, ആ ഖബറിന്റെ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചതെന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ധനമോ, നമ്മുടെ പ്രമാണിത്വമോ, നമ്മുടെ തറവാടോ ഒന്നും ഉപകാരപ്പെടാത്ത ആ ഖബർ ജീവിതത്തിലേക്ക് നാം ഒരുങ്ങേണ്ടതുണ്ട്. ആ ഖബറിൽ നിന്ന് നാം എഴുന്നേൽക്കുന്ന സമയം ഏകാന്തതയുടെ എല്ലാവരും ഉണ്ടായിട്ടും ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യ സഞ്ചയങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ടും ഇവിടെ ഓരോരുത്തരും ഒറ്റക്കാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് വരിക. സകല മനുഷ്യരുണ്ട്, പക്ഷേ എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വിചാരണ സംവിധാനം എന്ന് പറയുന്നത് ഇടയറ്റതാണ്, കുറ്റമറ്റതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം വബുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഗ്രന്ഥം ഇങ്ങനെ വെക്കപ്പെടും ഓരോ മനുഷ്യന്റെയും. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് മുജ്രിമുകൾ പറയും, എന്തൊരു പുസ്തകമാണിത്, എന്തൊരു ഗ്രന്ഥാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും മുഴുവൻ കൃത്യമായി എണ്ണിയിട്ടാണ് ഈ ഗ്രന്ഥം വിട്ടിട്ടുള്ളത് എന്ന് മുജ്രിമുകൾ പറയും. മയൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നിങ്ങൾ ഒരു വാക്ക് പോലും വിട്ടുപോകുന്നില്ല കേട്ടോ.
പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്ക്, അവരുടെ മനോഭാവം എന്താണെന്നറിയോ? സമിഅനാ വആമന്നാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു. ഇതിനപ്പുറത്തേക്ക് ഓർമ്മവർക്കില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ അത്ഭുതപ്പെടും. എന്റെ കർമ്മങ്ങളെ മുഴുവൻ മാശറയിൽ വെച്ച് ഞാൻ കാണുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സംവിധാനം എത്രമാത്രം കുറ്റമറ്റതാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഫോണൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഏതോ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കാണാൻ പോവാണ്, പെണ്ണ് കാണാൻ പോവാണ്. അപ്പോ പെണ്ണ് ചെക്കനോട് ഫോൺ ചോദിച്ചു, നിങ്ങൾ ഫോണ് ലോക്ക് മാറ്റിയിട്ടൊന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണ് ലോക്ക് മാറ്റി കൊടുത്തു. അങ്ങനെ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ എടുത്തു നോക്കി. എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വേണ്ട, ഇഷ്ടമായിട്ടില്ല. ആൺകുട്ടി ആകെ കണ്ണു വെച്ചു. ഓ, ഇത്ര ഫോൺ നോക്കിയിട്ട് ഇത്ര മാത്രം, ഞാൻ അതിൽ വൃത്തിയോടൊന്നും കണ്ടിട്ടില്ലല്ലോ, അത്ര വൃത്തിയോടൊക്കെ അതിലുണ്ടോ? പെൺകുട്ടി പറഞ്ഞു, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ നിങ്ങൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. എന്താണ് നിങ്ങൾ കൂടുതൽ കാണുന്നതെന്നും ഏതിലൂടെയാണ് നിങ്ങൾ കൂടുതൽ സഞ്ചരിക്കുന്നതുമെന്നുമെല്ലാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പറയും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പറയും. എന്റെയും നിങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. സ്വയം ഒന്ന് ഹിസാബ് നടത്താൻ, സ്വയം ഒന്ന് വിചാരണ നടത്താൻ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഉസ്താദിന്റെ പ്രസംഗം ഒന്നും കേൾക്കണ്ട. ഇപ്പൊ തുറക്കുക, ഫേസ്ബുക്കുള്ളവർ ഫേസ്ബുക്കും, ഇൻസ്റ്റാഗ്രാമുള്ളവർ ഇൻസ്റ്റാഗ്രാമും. ആ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മളോട് പറഞ്ഞു തരും, നീ ആരാണ്, നീ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്, നീ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ്, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളും അഭിരുചികളും എന്താണ് എന്ന് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമുക്ക് പറഞ്ഞു തരുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കർമ്മങ്ങളൊന്നും വിട്ടുപോകാതെ അവിടെ പടച്ചവൻ ഹാജരാക്കിക്കൊണ്ടിരും, പ്രസന്റ് ആക്കിക്കൊണ്ടിരും. കടുകുമണിയുടെ അളവിലെങ്ങാനും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ കാണും, തിന്മയാണെങ്കിൽ അതും അവൻ അവിടെ കാണും. ചെയ്ത തെറ്റുകൾ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഒരാളെയും പഠിച്ച നരകത്തിലേക്ക് പറഞ്ഞയക്കൂല. നിന്റെ ഗ്രന്ഥം വായിക്കുക. നിന്റെ ശിക്ഷ വിധിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം, ഒരു ഭരണഘടനയുടെ ആവശ്യമില്ല. നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലും വേണ്ട. നിന്റെ വിധി നിർണയം നടത്താൻ ഒരു ജഡ്ജിന്റെയും ഒരു ന്യായാധിപന്റെയും ആവശ്യമില്ല. നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ ധാരാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു കാക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആ പരലോകത്തെ കുറിച്ചാണ് അടുത്ത 2 ആയത്തുകളിൽ 1.5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമതായി പറയുന്നത് നരകത്തെ കുറിച്ചാണ്. രണ്ടാമതായി പറയുന്നത് വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് കേട്ടോ. എന്നിട്ട് സ്വർഗത്തിന്റെ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ട് വലിയ ആഗ്രഹമുണ്ട് സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് നേരം നിങ്ങളോട് സംസാരിക്കാൻ മൂതില്ലാഞ്ഞിട്ടില്ല. പക്ഷെ സുഖമില്ല, നല്ല പനിയാണ്, തൊണ്ടവേദനയാണ്. അതുകൊണ്ട് തന്നെ സംസാരം കൂടുതൽ ഇടറുന്നതിന്റെ മുന്നേ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്നാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പറയും, കുറച്ച് നേരത്തെ നിർത്തിയാൽ മതിയിരുന്നു, അവസാനം ആകെ കൊളാക്കി പോലെ. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ, ഈ 5 ആയത്തുകൾ നിങ്ങളൊന്ന് ഹൃദിസ്ഥാക്കുക, ഒന്ന് ഹിഫ്ളാക്കുക. 21, 22, 23, 24, 25 ഈ ആയത്തുകൾ നിങ്ങളൊന്ന് മനപ്പാടാക്കുക. ഈ ആയത്തുകളിൽ ഖുർആൻ മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നു. ഖുർആനിന്റെ ഈ 3 സന്ദേശങ്ങൾ മുഴുവൻ ഈ ആയത്തുകളിൽ കൃത്യമായ മുൻഗണനാക്രമത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങളിലൂടെ ഖുർആൻ എന്ന മഹാസമുദ്രത്തിലേക്ക് ഓടിയിട്ടിറങ്ങാൻ, ഖുർആൻ എന്ന വിശാലമായ ആ അറിവിന്റെ അത്ഭുതത്തിന്റെ ദൃഷ്ടാന്തത്തിന്റെ ലോകത്തേക്ക് കയറി ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, നിന്റെ പരിശുദ്ധമായ കലാം ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകളുടെ കുളിർമയാക്കണേ അല്ല. ഞങ്ങളുടെ കാതുകളുടെ ആസ്വാദനമാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ വഴികാട്ടിയായി നീ പരിശുദ്ധ ഖുർആനെ നിശ്ചയിച്ചു തരണേ റബ്ബേ. നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈപിടിക്കുന്ന സാക്ഷിയായി പരിശുദ്ധ ഖുർആനെ നീ ഞങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله. ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക.